നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി തോരനാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കക്ക ഇറച്ചിയാണ്. ഇതിനുള്ളിലെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് 1 സബോള, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കതിർപ്പ് കറിവേപ്പില. ഇത് സബോള നീളത്തിലരിയുക, ഇഞ്ചി ചെറുതായിട്ട് അരിയുക. പിന്നീട് 3 കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ കക്ക ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതോടൊപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ ചെയ്യുന്നത് പോലെ നടുക്ക് ഒരു കുഴി ആവത്തക്ക രീതിയിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിനി ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ആവി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇപ്പം നല്ല ഫുൾ ഫ്ലെയിമിലിരുന്നോട്ടെ. ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഫ്ലെയിം കുറയ്ക്കാമേ. നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് അതുപോലെ തന്നെ വെച്ചിട്ട് നടുക്ക് ഇതുപോലെ കുഴി പോലെ ആക്കി വെച്ചിട്ട് ഒന്നുകൂടെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, കാരണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് നോക്കാം. ഉപ്പ് ഇല്ലാന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കുക, അതിന് ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിൽ വെള്ളം വറ്റുന്നിടം വരേക്കും നമുക്ക് വെച്ച് കൊടുക്കണം. ഇതിനുള്ളിലെ വെള്ളമെല്ലാം വറ്റി കക്ക നന്നായി വെന്ത് വരണം. അത്രയും സമയം നമുക്കിത് മൂടി വെച്ചേക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. നിറച്ചും വേണം, പെരിഞ്ചീരകം ഇത്തിരി കൂടുതൽ വേണം. 1.5 ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം 4 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ നേരത്തെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എരിവുണ്ടാകും. ഇനി ലാസ്റ്റ് ടൈമിൽ നമുക്ക് നോക്കിയിട്ട് എരിവില്ലാന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 വെളുത്തുള്ളിയാണ്, നടുവേ മുറിച്ചതാണ്. അതുപോലെ 4 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ അരച്ചിട്ടുണ്ട്. നന്നായിട്ട് അരയേണ്ട, ഒന്ന് ചതച്ച പോലെയുള്ള പാകത്തിലെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് പകുതി മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ മുഴുവനുമില്ല, പകുതിയേ ഉള്ളൂ. വലിയ തേങ്ങയുടെയാണ്, അതുകൊണ്ട് ഒരുപാടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 3/4 മുറിയോളം എടുത്തോളൂ. ഇനി ഒരെണ്ണം മുഴുവൻ എടുത്താലും കുഴപ്പമില്ല, ചെറുതാണെങ്കിൽ. ഇതൊന്ന് അരച്ചിട്ട് വരാം. ഫൈനായിട്ട് അരയ്ക്കേണ്ട, തോരനൊക്കെ അരയ്ക്കുന്ന അതേപോലെ അരച്ചെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ അരയ്ക്കുക. കണ്ടോ, ഇതുപോലെ അരഞ്ഞാൽ മതി. നോക്കൂ, ഇതിനുള്ളിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടി മൂടി വയ്ക്കണം. ആവി വന്നതിന് ശേഷം മാത്രം തുറന്നാൽ മതിയേ. ഇനി നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചതച്ചെടുക്കാം. ഞാനിവിടെ 12 ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചേർക്കണമെന്നില്ല. അതല്ല, ഇങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അതല്ല, ഇനി ചുമന്നുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1 സബോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഞാൻ ചതച്ചിട്ട് ചേർക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നോക്കണേ, നോക്കുക. കുറച്ചുകൂടെ ഉപ്പ് വേണം. ഈ ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ടൈമിൽ തന്നെ നമുക്ക് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചുകൂടെ വേഗണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കക്ക വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. എരിവുമുണ്ട്, കുരുമുളക് പൊടി ഇടുന്നില്ല, നല്ല എരിവുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെക്കാവേ. ആവി വന്നതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അതിനുശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കതിർപ്പ് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ കക്ക ഇറച്ചി തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.